നീരജ് മാധവനെ ആക്കാം. നീരജും ഞാനും ഇതേ സ്റ്റേജിലുള്ള കണ്ടസ്റ്റൻസ് ആണ് നമ്മൾ രണ്ടുപേരും. അന്ന് നീരജ് ആക്റ്റീവ് ആയിരുന്നോ? കൊച്ചു കൊച്ചല്ലേ അവൻ? ഞാനൊന്നും അതല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, ഭയങ്കര സീനിയർ ആണല്ലോ. ഞാനും നീരജും ഒരേ ഏജുകാരാണ്. ഇപ്പോഴാണ് പറഞ്ഞത്. നീരജ് അന്ന് ഇങ്ങനെ ഇരിക്കണോന്നേ ഉള്ളൂ, ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോഴാ പുറത്തു വന്നത്. അതെ, അന്ന് ആക്ച്വലി നീരജൊക്കെ കുറച്ച് മുന്നിലേ എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇതേ സ്റ്റേജ് ഇവിടെ ഡാൻസർ അല്ലേ? അപ്പൊ നീരജിനെ കുറിച്ച് പൊങ്ങച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീരജിന്റെ പാട്ട് കേട്ടിട്ട് എന്റെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് ശീലം, കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനെ കുറിച്ച് പൊങ്ങച്ചൻ പറയേണ്ട അവസ്ഥയാണ്, താല്പര്യമില്ലാതെ. വീട്ടിൽ ചെല്ലുമ്പം എൻജേ എന്നാണ് എല്ലാരും പറയുന്നത്. ഇവന്റെ നീരജിന്റെ ഒരു രസകരമായ എപ്പിസോഡ് ഞാൻ പറയാം. നീരജ് നീ ക്ഷമിക്കും, പൊങ്ങച്ചല്ല കുറ്റം പറ. അപ്പം സൈമ അവാർഡാണോ ഐഫാണോ ഏതോ ഹൈദരാബാദ്. അപ്പം അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ ബണ്ണി എന്നാ വിളിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കണേ, നമുക്കറിയില്ലല്ലോ. അപ്പൊ ബണ്ണി ട്രിബ്യൂട്ട് ചെയ്തു. ബണ്ണീസ് പാർട്ടി, ആഫ്റ്റർ പാർട്ടി ബണ്ണിയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഇരിക്കുന്ന മുറിയിൽ നീരജ് വന്നു. അപ്പൊ നീരജിന്റെ ആറ്റിറ്റ്യൂഡ് ഇസ് ലൈക്ക് ഓൾവേസ് വെരി യങ്. ഭയങ്കര രൺവീർ സിംഗിനെയൊക്കെ എനിക്ക് തോന്നും നീരജിനെ കാണുമ്പോൾ. ആള് ഫുൾ ടൈം ഓണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ്സ് ഒക്കെയാണ് നിൽക്കുമ്പോഴാണെങ്കിലും. അപ്പം നീരജ് വന്നിട്ട് എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ പടത്തിന്റെ സിംഗർ മക്ബൂൽ നീരജ് കൊണ്ട് റൂമിൽ വന്നു. നീരജ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലെഫ്റ്റിൽ വെച്ച് ശ്രേയ സരൻ കണ്ടു. അപ്പൊ ശ്രേയ ചോദിച്ചു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ മക്ബൂൽ പറഞ്ഞു, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി അല്ലല്ലോ ചോദിച്ചേ, വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി എന്നല്ലേ പറഞ്ഞേ. അപ്പം അതൊരെണ്ണം. പക്ഷെ പിന്നെ ഹി മേഡ് ഇറ്റ്. അതിന് തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അവിടെ പോയി ഡാൻസ് ചെയ്തിട്ട് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായി ആ പാർട്ടിയിൽ. കാര്യം അവരൊന്നും ഒരു ഇത്രയും കുറെ നാൾക്ക് ശേഷമായിരിക്കും ഒരു ആക്ടർ ഡാൻസർ ഇങ്ങനൊരു മിക്സ് വന്നത്. ചാക്കോച്ചായന് ശേഷം എനിക്ക് തോന്നല്ലേ. പിന്നെ വേറൊരു സുഹൃത്തിനെ കുറിച്ച് ഇനിയിപ്പോ ആരാ കുറ്റം പറയാ? ആഹാ, ഒരു പെൺകുട്ടികൾക്ക് ഒരിക്കലും വിനീതിനെ പറ്റിയുള്ള ഒരു കുറ്റം പറയാം. അയ്യോ അതിലെ രസം ഞാൻ ആലോചിക്കാം ആ സമയത്ത് നിവിനെ പറ്റി. വിനീതേട്ടന് കുറ്റമൊന്നുമില്ല, നമ്മള് കുറ്റം എന്ന് വെച്ചാൽ നമ്മളെ പോലെ തെറ്റുകൾ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കുറ്റം വലിയൊരു കുറ്റമാണ്. നമ്മളെന്താ ചെയ്യുന്നാവോ? അല്ല, നമുക്ക് ഈ പറഞ്ഞ വിശ്രമവേളകൾ ആനന്ദകരാക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതെന്താണ്? അതൊന്നും എനിക്കറിയില്ല. അപ്പം അദ്ദേഹം എഴുതുന്നേ ബേസിക്കലി അങ്ങനെ. ഇപ്പൊ ഹൃദയം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ പുള്ളിയെ വിളിച്ച് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് ഈ ആണെങ്കിൽ അത് കേൾക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ എന്തിവിടെ പറഞ്ഞാലും വളരെ സീരിയസ്, നാളെ ഞാൻ ഹൃദയത്തിന്റെ ഷൂട്ടിന് വരുന്നില്ല എന്ന് പറഞ്ഞാലും. നയൻതാരയെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് നയൻതാര അവരുടെ മുന്നിൽ ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം ഞാൻ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചേയില്ല. ആക്ച്വലി നമ്മൾ എന്ത് പോയി ചോദിക്കാനാ? ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാറെന്ന്, ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യുന്ന രീതിക്ക് ചോദിച്ചു. അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ. ഇല്ല എന്താ അറിയോ, ഞാൻ അതില് നടൻ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ കൊണ്ട് വിശേഷം പിന്നെ ചോദിക്കാം. ഈ അറ്റ് ദ സെയിം ടൈം മറ്റു ജോലികൾ വരുമ്പോൾ നായികയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതും. ആൻഡ് ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ, അതായത് ആദ്യം മുതലൊരു സിനിമയുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ അജു വളരെ സജീവമായി, അതായത് മ്യൂസിക് കമ്പോസിംഗിലാണ്, ലൊക്കേഷൻ കമ്പോസിംഗിൽ ഇരുന്നിട്ടില്ല. ഷാനിക്കയുടെ ഒരു ഏരിയ ആണത്. പക്ഷെ ഡെഫിനറ്റ്ലി പാട്ട് കിട്ടണമല്ലോ ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് അദ്ദേഹം സമയത്ത് തന്നതുകൊണ്ട് നമ്മള് ഹവായിട്ടാ കുടുക്ക് പാട്ട് ഷൂട്ട് ചെയ്തു. അതായിട്ടാ കുടുക്ക് ഷൂട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ റിലീസിന് 2 ആഴ്ച മുമ്പാണ് ഷാനിക്കയും വിനീതും കൂടെ കുടുക്ക് പാട്ട് ഉണ്ടാക്കി തരുന്നത്. ഹവയുടെ റീമേക്ക് എന്താണ് നമ്മളെ റൈറ്റ്സ് ഭയങ്കര കാശാണ്. അപ്പം അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു തന്ന പാട്ടാണ് റിലീസിന് 2 ആഴ്ച മുന്നേ.
അതാണ് കൊടുക്കുക. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായി പോകുന്നു. ഇനി നമുക്ക് തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ എന്നെ നായികയായിട്ട് വിളിക്കണം. ആദ്യം ഞാൻ തെലുങ്കിൽ വലിഞ്ഞു കയറി അഭിനയിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നെയും വിളിക്കണം. തെലുങ്കിൽ പ്രൊഡ്യൂസ് അഭിനയിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറയണ കേക്ക്. തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നെ നായികയായിട്ട് വിളിക്കണം, ഷംനേനെ വിളിക്കണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ തീരുമാനിച്ചുകൊണ്ട് ആ സിനിമ വേഗം നടക്കും. കാരണം ഞങ്ങൾ 2 പെൺകുട്ടികളുടെ മനസ്സിൽ എനിക്ക് അവിടെ അഭിനയിക്കാൻ അവസരം മതി. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി അജു ചേട്ടൻ തെലുഗുല്. അവസാനം താൻ അഭിനയിക്കണ്ട, താൻ പ്രൊഡ്യൂസ്. ഡുവൽ റോളാണ്. ഞാനും സ്വാസികയും പണ്ടൊക്കെ കാവ്യയും മീരൊക്കെ അഭിനയിച്ചതുപോലെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതെ.